ഹലോ ഹായ് നമസ്കാരം. അപ്പം ഞാനിന്ന് മന്ത്രകൂടം റിസോർട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വരുന്നത്. ഇതാണ് അപ്പം മന്ത്രകൂടം റിസോർട്ട്. ഇത് കുംഭകോണത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റിസോർട്ടാണ്. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു അധികം മലയാളി വ്ളോഗേഴ്സ് ഒന്നും ഇതിൻ്റെ വീഡിയോസ് ഇട്ട് കണ്ടിട്ടില്ല. നല്ലൊരു റിസോർട്ടാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. ഒരു പഴയ രീതിയിലുള്ള ഒരു ഗേറ്റും കാര്യങ്ങളും ഉള്ളിലത്തൊന്നും പുറത്തേക്ക് കാണില്ല, അങ്ങനത്തെ ഒരു റിസോർട്ടാണ്. നമ്മളപ്പോൾ ഫ്രണ്ടിൽ എത്തിയിട്ടൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ നിർത്തിയതാണ്. അതേ സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു. നമ്മളങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇത് ഏകദേശം 15 ഏക്കേഴ്സിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നല്ല പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതുകൂടാതെ ഈ പ്രോപ്പർട്ടിയിൽ 3 അമ്പലങ്ങളാണ് ഉള്ളത്. 3 ദൈവങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് അവരുടേത്. അത് നല്ല രീതിയിൽ അവരെല്ലാ ദിവസവും പൂജയും കാര്യങ്ങളുമായിട്ട് പോണു. അങ്ങനെ നമ്മളവിടെ റിസപ്ഷനിലെത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ നോക്കൂ, ഒരു നമ്മുടെ നെഗറ്റീവ്സൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരു ബെല്ലുണ്ട്. ആ ബെല്ല് നമുക്ക് അടിച്ചിട്ടാണ് നമ്മളങ്ങോട്ട് കയറുന്നത്. അപ്പോൾ ആമിക്കുട്ടിയും ഏട്ടനും ബെല്ലടിക്കുകയാണ്. അവളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. അങ്ങനെ ഏട്ടൻ ഹെൽപ്പ് ചെയ്തിട്ട് ആമിക്കുട്ടീനെ കൊണ്ട് ബെല്ലടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ നെഗറ്റീവ്സ് പോവാനാണ് എന്നാണ് അവരുടെ ഒരു വിശ്വാസം. അപ്പോൾ ചെല്ലുന്ന എല്ലാ ഗസ്റ്റുകളും അങ്ങനെ ബെല്ലടിച്ചിട്ടാണ് അങ്ങോട്ട് കയറുന്നത്. ആമിക്കുട്ടി ബെല്ലടിക്കുന്നു, അച്ഛൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. 2 പ്രാവശ്യമായപ്പോൾ അവൾക്ക് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ നോക്കി, നല്ല വെയിറ്റാണ് കേട്ടോ. എളുപ്പമല്ല അത് ബെല്ലടിക്കുക എന്നുള്ളത്. നല്ല വെയിറ്റ് ഉണ്ട് അതിന്. അങ്ങനെ ഞാനും ഒരു പ്രാവശ്യം ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ദ്വാരപാലകനാണ് നിൽക്കുന്നത്. കാരണം ബാക്കിലൊരു കൃഷ്ണൻ്റെ വിഗ്രഹം, ഒരു അമ്പലത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പിന്നെ അതേ ചെല്ലുമ്പോൾ തന്നെ പൂക്കളൊക്കെ ഇട്ട്, ഒരു ഉരുളിയിൽ നിറയെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. വലിയൊരു വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെന്നു. ചെക്ക് ഇൻ ടൈം 2 മണി, ചെക്ക് ഔട്ട് ടൈം 11 മണിയാണ്. ചെന്ന ഉടനെ തന്നെ നമുക്കൊരു ടവലാണ് തരണത്. ആ ടവല് നമ്മുടെ കയ്യും മുഖമൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അവിടുത്തെ ആക്ടിവിറ്റീസാണിത്. പോട്രി ഡെമോ, ഫിഷ് പോണ്ടിങ്, അതൊക്കെ നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇവർക്ക് കുറേ അവാർഡുകളൊക്കെ കിട്ടിയതാണ് അവിടെ വെച്ചിരിക്കുന്നത്. ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ഒരു വിശേഷപ്പെട്ട ഒരു ചെടിയുടെ പൂ കൊണ്ടുള്ള മാല കെട്ടി നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ അത് റിസപ്ഷനിസ്റ്റ് കെട്ടിത്തരും. അതവർക്ക് വളരെ വിശേഷപ്പെട്ട നല്ല സ്മെല്ലാണ്. മുല്ലപ്പൂവല്ല അത്. മുല്ലപ്പൂവിൻ്റെ പോലെയുള്ള മറ്റൊരു പൂവാണ്. അത് അവരുടെ ആ പ്രോപ്പർട്ടിയിൽ തന്നെ ഉള്ളതാണ്. അവർക്കത് ഭയങ്കര വിശേഷപ്പെട്ടതാണ് എന്നാണ് പറയണത്. അപ്പോൾ അത് ഞങ്ങൾക്ക് 3 പേർക്കും ആ റിസപ്ഷനിസ്റ്റ് കുട്ടി കെട്ടിത്തരികയാണ്. ഏട്ടൻ്റെ കയ്യിൽ കെട്ടണു. ആദ്യം ആമി കെട്ടി, പിന്നെ ഞാൻ കെട്ടി. ഇപ്പം ഏട്ടൻ്റെ കയ്യിൽ അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം തരികയാണ്. ഇത് വെറും പ്ലെയിൻ വാട്ടർ അല്ല, ഇതൊരു ഹെൽത്തി ഡ്രിങ്കാണ്. അവരുടെ ഒരു ട്രഡീഷണൽ ഡ്രിങ്കാണത്. രുചി എന്ന് പറയാൻ ഒരു ചവർപ്പാണ്. അപ്പോൾ 3 പേർക്ക് തന്നു. ആമിക്കുട്ടിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ചിട്ട് കൊടുക്കുകയാണ്. ഭയങ്കര ഹെൽത്തി ആണെന്നാണ് പറയണത്. എന്താണെന്നുള്ളത് പറഞ്ഞില്ല, ഹെൽത്തി ഡ്രിങ്ക് എന്നാണ് പറയണത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമുക്ക് ആ കുംഭകോണം ട്രിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണം, റിസോർട്ടിലെ കാര്യങ്ങളും ഒപ്പം റിസോർട്ടിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഒരു 2 നദികളാണ്. ഒന്ന് കാവേരി നദി, പിന്നെ തൊട്ടപ്പുറത്ത് വേറൊരു നദിയും കൂടെ ഉണ്ട്. അത് ശരിക്കും ഒറ്റ നദിയാണ്, പക്ഷേ ഇത് 2ആയിട്ട് പിരിഞ്ഞ് അതിൻ്റെ നടുക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാമം എന്ന് പറയുന്നത് ഫുള്ള് പാടിയാണ്, എന്ന് വെച്ചാൽ കർഷകരാണ് ഫുള്ള്. ഒരു ഭാഗം ഫുള്ള് എന്ന് പറയുന്നത് ഏകദേശം 200 ഫാമിലി സാരി നെയ്ത്ത്, ഹാൻഡ്ലൂം സാരീസാണ്. തിരുഭുവനം എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. അപ്പോൾ അവിടുത്തെ സാരിയെക്കുറിച്ചും അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് അവർ പറഞ്ഞു തരുന്നത്. എക്സ്പെൻസീവാണ്. അങ്ങനെ നമ്മളെ തന്നെ പിന്നെ അവിടെ ദൃഷ്ടി ഒഴിഞ്ഞു കളയുകയാണ്. നമ്മളെ 3 പേരെയും നിർത്തിയിട്ട് റിസപ്ഷനിസ്റ്റ് ദൃഷ്ടി ഒഴിഞ്ഞു കളയുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കുറിയൊക്കെ തൊട്ട് തരും അവർ. എല്ലാം നോക്കൂ, ട്രഡീഷണൽ ആയിട്ടുള്ള ആചാരങ്ങളാണ്. നല്ല രസമാണ്. അതേപോലെ തന്നെ അവിടെ റിസപ്ഷനിൽ ഇരുന്നിട്ട് സംഗീതമുണ്ട്. ഇത് എല്ലാ ദിവസവും ഉണ്ട്, ഫുൾ ടൈം. രാവിലെ മുതൽ വൈകുന്നേരം ഒരു 5 മണി വരെ ഇതുണ്ട്. അപ്പോൾ ഇവർ 2 പേരും അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ബോക്സിലാക്കിയിട്ട് നമുക്ക് കീ തരികയാണ്. അത് ആമിക്കുട്ടി വാങ്ങി. കീ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കീ
ഇത് അതേപോലെ അവിടെ ഉള്ളതാണ് ബുള്ളക്കാട്ട് റൈഡ്, പിന്നെ ഫിഷ് പോണ്ടിങ് അങ്ങനെയൊക്കെ. ഇത് അവിടെയുള്ളൊരു പെയിൻറ്റിങ് ആണ്, തഞ്ചാവൂർ പെയിൻറ്റിങ്. ആട്ടുകെട്ടിലുണ്ട്, അമ്മിക്കുട്ടിക്ക് അത് കണ്ട പാടണം. അപ്പോൾ അവൾ അതിലിരുന്ന് ആടുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് നമ്മൾ പോവുകയാണ്. ലഗേജൊക്കെ അവർ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ റൂമിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇതാണ് നമ്മുടെ റൂം തുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കീഴിൽ ഒരു 2 ബെല്ലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ റൂമിൻ്റെ ഒരു ഭാഗമാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. റൂം തുറക്കാൻ പോവുകയാണ് ഏട്ടൻ. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ നോക്കൂ, വെൽക്കം ടു മിസ്റ്റർ ഗിരിജൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ റൂം തുറന്നു, റൂമിലേക്ക് പോകാം. അപ്പോൾ റൂമിലെ കാഴ്ചകളുമായിട്ട് വരാം.